നമസ്കാരം. വൈദ്യരടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗം ഒരിക്കലും മാറാൻ പോകുന്നില്ല. വൈദ്യർ ടു വൈദ്യർ, അതായത് ഡോക്ടേഴ്സ് ടു ഡോക്ടേഴ്സ് പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം സമ്പത്തുണ്ട് അതെല്ലാം നിങ്ങൾ കൊടുത്ത് അവസാനം ഒരു ദരിദ്രവാസിയായിട്ടിരിക്കും. ദരിദ്രവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു പൂർ മാനാവും. റിച്ച് പേഴ്സൺസൊക്കെ, ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ഇവിടെ സ്റ്റാർ ഹോസ്പിറ്റലുകളുണ്ട്. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഒരു 500 രൂപയ്ക്ക് കയറും, പിന്നെ 5000 ആയി, 50,000, 5 ലക്ഷമായി, 50 ലക്ഷമാവും. ഇപ്പോൾ ലക്ഷത്തിനൊന്നും യാതൊരു വിലയില്ല. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും ഒരു വൈദ്യൻ്റെ അടുത്തോ, അല്ലെങ്കിൽ വൈദ്യൻ, ഞാൻ പറഞ്ഞല്ലോ വൈദ്യനാണെന്നല്ല കാലൻ, പക്ഷെ നിങ്ങളതിന് മറുപടി പറയുന്നത് അതിൻ്റെ മറുപടിയും കൂടെ ഏറ്റവും നല്ല കാലനാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലൻ നമ്മുടെ ജീവൻ മാത്രമേ എടുക്കൂ, നമ്മളെ കഷ്ടപ്പെടുത്തത്തില്ല. അത് പുള്ളി സമയമാകുമ്പോൾ വരും, പുള്ളി എടുത്തുകൊണ്ട് പോകും. നമ്മുടെ ഒരു ഈ മിത്താണത്. എന്നാൽ തന്നെ കാലനാണ് നല്ലത്. കാരണം ബാക്കിയുള്ള ജനറേഷനുകൾ പട്ടിണി കിടക്കാൻ വയ്ക്കാം. വൈദ്യരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സമ്പത്തും പോവും, അവസാനം നിങ്ങളുടെ ജീവിതവും പോയി. ഈ അടുത്ത കാലത്ത് തന്നെ ഈ ഒരു WHO തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് ഹെർബോളജി. WHO അതായത് 20 പരം വൈദ്യശാസ്ത്രങ്ങളും 100 പരം ബ്രാഞ്ചുകളുമുണ്ട്. അപ്പോൾ ഹെർബോളജി, ഇപ്പോൾ ഉദാഹരണം നിങ്ങൾക്കൊരു ഹാർട്ട് ഡിസീസ് ഉണ്ടെന്നിരുന്നോട്ടെ, ഈ ഹെർബോളജി കൊണ്ട് നിങ്ങൾക്ക് ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാറ്റാം, തലച്ചോറിനുള്ള ഇതുണ്ടാക്കാം, ബുദ്ധി വർദ്ധിപ്പിക്കാം, ഇതെല്ലാം ചെയ്യാം. അതേസമയം നിങ്ങൾക്ക് വളരെ സാമ്പത്തികമായിട്ട് വളരെ കുറച്ചേ വരുള്ളൂ. അത് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് വൈദ്യന്മാരുണ്ട്. ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഈസ് ദ മാസ്റ്റർ. പിന്നെ നിങ്ങൾ പോകുമ്പോഴത്തേക്ക് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഈ വൈദ്യരുടെ അറിവ്, അല്ലെങ്കിൽ ഇതിനകത്ത് ചേർക്കുന്ന മരുന്നുകൾ എന്താണെന്ന് നിങ്ങൾ ചോദിച്ച് ആദ്യമേ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഗുണത്തിന് പകരം ദോഷം തന്നെ വരും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വലിയ ചിലവില്ലാത്ത ഒരു വൈദ്യശാസ്ത്രമാണ് ഹെർബോളജി. അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ ഒരു ബ്രാഞ്ചുണ്ട്, ഹോമിയോപ്പതിക്ക് ബ്രാഞ്ചുണ്ട്, ഈവൻ മോഡേൺ മെഡിസിൻ തന്നെ ഉണ്ട്. പക്ഷേ അത് നമ്മൾ ഈ ഡോക്ടേഴ്സ് ആയാലും വൈദ്യന്മാരായാലും കണ്ടുപിടിച്ച് രോഗികൾക്ക് ദോഷം വരാത്ത രീതിയിൽ തന്നെ ഓരോന്നും ചെയ്ത് കൊടുക്കണം. അങ്ങനെയുള്ള സിദ്ധാന്തവും ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇതേപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ എന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വൈകിട്ട് 7 മണിക്ക് ശേഷം. അത് പ്രധാനമായിട്ട് ചെയ്യുന്നത് ഹൗ ടു അവോയ്ഡ് ബൈപ്പാസ് സർജറി, ആൻജിയോപ്ലാസ്റ്റി ആൻഡ് ആൻജിയോഗ്രാം. ഇത്രയും നമുക്ക് ഒഴിവാക്കുന്ന വെച്ചാൽ ഈവൻ ഹെർബോളജി കൊണ്ട് തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഉദാഹരണം, ഒരു 5000 രൂപ മുടക്കേണ്ട 50,000 രൂപ മുടക്കേണ്ട സ്ഥാനത്ത്, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ മുടക്കേണ്ട സ്ഥാനത്ത് നിങ്ങളൊരു 5000 രൂപ 10,000 രൂപ മുടക്കിയാൽ മതിയാവും.